ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 2 വാക്യം. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഒരിടത്ത് വളരെ പ്രഗത്ഭനായ ഒരു മാജിക്കുകാരനുണ്ടായിരുന്നു. ഏത് പൂട്ടും നിഷ്പ്രയാസം തുറക്കുവാൻ അയാൾക്ക് കഴിയുമായിരുന്നു. കാണികൾ പൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള പഴയ ലോക്കുകൾ പോലും നിഷ്പ്രയാസം അയാൾ തുറന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ ആ മാജിക്കുകാരനെ ഒരു പെട്ടി തുറക്കുന്നതിന് വെല്ലുവിളിച്ചു. അയാൾ ആ ക്ഷണം സ്വീകരിച്ചു. ഒരു കുളത്തിൻ്റെ നടുവിലെ പീഠത്തിലാണ് പെട്ടി വെച്ചിരിക്കുന്നത്. മജീഷ്യൻ അതിൽ കയറിയിരിക്കണം. അവർ പെട്ടി കുളത്തിൽ താഴ്ത്തും. അയാൾ പൂട്ട് തുറന്ന് പുറത്തു വരണം. അതാണ് അയാൾക്കുള്ള വെല്ലുവിളി. എന്നാൽ അയാൾക്കത് കഴിയാതെ വന്നാൽ അതിനുള്ള ഒരു ബട്ടൺ അമർത്തിയാൽ ഉടൻ പെട്ടി മുകളിൽ എടുത്ത് അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ മജീഷ്യൻ പെട്ടിയിൽ കയറിയിരുന്നു. അവർ പെട്ടി അടച്ച് മജീഷ്യനെ കുളത്തിലേക്ക് ഇറക്കി. പെട്ടിക്കുള്ളിൽ ഇരുന്ന് ആ പെട്ടിയുടെ പൂട്ട് തുറക്കുവാൻ മജീഷ്യൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ പ്രയത്നം ഫലിച്ചില്ല. അയാളെ വിയർക്കുവാൻ തുടങ്ങി. അവസാനം ശ്വാസം കിട്ടാത്ത അവസ്ഥയിലെത്തി. മരണത്തെ ഓർത്തപ്പോൾ അയാൾ ആ ബട്ടൺ അമർത്തി. വേഗത്തിൽ അയാളെ പുറത്തെടുത്തു. അപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. പക്ഷേ താൻ പരാജയപ്പെട്ടല്ലോ എന്നതിനാൽ കാണികളുടെ മുമ്പിൽ അയാൾ ലജ്ജിതനായി കാണപ്പെട്ടു. എങ്കിലും അയാൾ കാണികളോടായി പറഞ്ഞു, എനിക്ക് ഒരു പൂട്ട് തുറക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ പൂട്ടിയിട്ടില്ലാത്ത പൂട്ട് തുറക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് പിണഞ്ഞ പരാജയം. നാം പലപ്പോഴും ഈ മാജിക്കുകാരനെ പോലെയാണ്. യഥാർത്ഥത്തിൽ പൂട്ടിയിട്ടില്ലാത്ത ലോക്കുകൾ തുറക്കുവാനാണ് നമ്മുടെ ശ്രമം. അതിന് ഒന്ന് തള്ളിയാൽ മതി. ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ പൂട്ടിയിട്ടില്ലാത്ത ലോക്കുകൾ പോലെയാണ്. സർവശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അത് തുറക്കുവാനാണ് നമ്മുടെ ശ്രമം. എന്നാൽ അത് എപ്പോഴേ തുറക്കപ്പെട്ടതാണ്. അതിന് പൂട്ടില്ല എന്ന് നാം അറിഞ്ഞിരുന്നു എങ്കിൽ ഇതറിയുന്നത് പലപ്പോഴും മാനുഷിക ബുദ്ധി കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. അത് സാധിക്കുന്നതിന് ഒരു പ്രശ്നവും തുറക്കുവാൻ കഴിയാതെ വണ്ണം പൂട്ടിയിട്ടുള്ളതല്ല എന്ന് ഗ്രഹിക്കുവാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുന്നതിന് മനുഷ്യബുദ്ധി പോരാ, ദൈവാശ്രയം തന്നെ വേണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധിയും തങ്ങളെ തകർക്കുവാനുള്ളതല്ല, ശക്തീകരിക്കുവാനുള്ളതാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയും. ആ വിശ്വാസമാണ് പൂട്ടിയിട്ടുള്ളതും പൂട്ടിയിട്ടില്ലാത്തതുമായ ഏത് ലോക്കും തുറക്കുന്ന താക്കോൽ. പ്രതിസന്ധികൾ ശക്തിദായകമാണ്. സ്വർണത്തിന് മാറ്റി വർദ്ധിപ്പിക്കുന്ന സ്ഥാനമാണ് തീക്കുണ്ടം. ദൈവാശ്രയം ഉള്ളവർക്ക് പ്രതിസന്ധികൾ അങ്ങനെയാണ്. ആകയാൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച ധൈര്യപ്പെടുത്തുന്ന വചനത്തിനായി നന്ദിയുള്ള സ്തോത്രം. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഏറ്റവും തീഷ്ണതയോടുകൂടി പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ള കൃപ തന്ന് ഈ പകൽക്കാലം ഞങ്ങളെ ശക്തീകരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.